ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാനിന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത ഹോട്ടലായ സൗത്ത് ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യുന്നതും പിന്നെ താഷ്കെൻഡിലെ കുറച്ച് കാഴ്ചകളും അതുപോലെ നമ്മൾ റെൻ്റ് കാർ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ്റെ വീഡിയോയും പിന്നെ ഞങ്ങൾ ഇന്നലെ പോയ കുറച്ച് താഷ്കെൻഡിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ വീഡിയോസും ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഉസ്ബെക്കിസ്ഥാൻ്റെ നമ്മുടെ ഈ ഫുൾ സീരീസിൽ നമ്മൾ ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്തത് അഗോഡ വഴി booking.com വഴിയാണ്. അഗോഡ വഴിയാണ് നമ്മൾ സൗത്ത് ഹോട്ടലും ബുക്ക് ചെയ്തത്. ചെക്ക് ഇൻ ടൈം 2 PM ആയിരുന്നു. നമ്മൾ ഏകദേശം ആ ടൈമായി ഇവിടെ എത്തിയപ്പോൾ. ലഗേജൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ പുറത്തുനിന്ന് ഫുഡും കഴിക്കണം. പിന്നെ ഞങ്ങൾ താഷ്കെൻഡിൽ നിന്ന് സമർക്കണ്ട് പോകാനും തിരിച്ചു വരാനുമായിട്ട് ഒരു കാർ റെൻറ്റിനെടുത്തിട്ടുണ്ട്. UAE വരുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഓഫീസ് ഇവിടെ അടുത്താണ്. അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് കൺഫേം ആക്കിയതിന് ശേഷം നമ്മൾ റെൻ്റ് കാർ നാളെ എടുക്കണുള്ളൂ. പക്ഷേ ജസ്റ്റ് ഒന്ന് അവരെ വിസിറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനും പിന്നെ ഫുഡ് കഴിക്കാനും പിന്നെ ഇവിടെ തന്നെ അടുത്തുള്ള ഒരു മാജിക് സിറ്റി എന്ന് പറഞ്ഞ ഒരു താഷ്കെൻഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്, അവിടെയും കൂടിയും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇവിടുത്തെ റെൻ്റ് കാറിൻ്റെ ഓഫീസിലോട്ടാണ്. ഇൻറൻ എന്ന് പറഞ്ഞ ഒരു റെൻ്റ് കാർ കമ്പനിയിൽ നിന്നാണ് നമ്മൾ കാറ് റെൻറ്റിനെടുക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് റെൻ്റ് കാർ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഇൻറൻ റെൻ്റ് കാർ കിട്ടിയത് വേറെ ഒരു യൂട്യൂബറിൻ്റെ ചാനലിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോഴാണ്. അവർ ഇവിടുന്ന് കാർ എടുത്തതായിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് ഇവരെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ കുറേയധികം കാറുകൾ അവൈലബിളാണ്. സ്പാർക്ക് മുതൽ ലക്ഷറി കാറുകൾ വരെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചൂസ് ചെയ്തത് കൊബാൾട്ടാണ്. കൊബാൾട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3,50,000 ഉസ്ബെക്കിസ്ഥാൻ സോമാണ് ഒരു ദിവസത്തിന്. അങ്ങനെ നമ്മൾ 4 ഡേയ്സാണ് കാർ റെൻറ്റിനെടുത്തത്. അതിന് പുറമെ നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് $160 അടുത്ത് നൽകണം. അതവർ നമ്മൾ കാർ റിട്ടേൺ ചെയ്തതിന് ശേഷം 1 വീക്ക് കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. കാർ റെൻറ്റിനെടുക്കുമ്പോൾ അവർ നമുക്ക് ഒരു എഗ്രിമെൻറ്റ് തരും. ആ എഗ്രിമെൻറ്റിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കാറിൻ്റെ ഡീറ്റെയിൽസും ബാക്കി റെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നാളെ രാവിലെയാണ് കാർ റെൻറ്റിനെടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാർ റെൻറ്റിനെടുക്കുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഞാൻ ഈ വീഡിയോൻ്റെ തന്നെ അവസാന ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ദ ഹോസ്റ്റ് പറഞ്ഞ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഞങ്ങൾ വന്ന ടൈം എന്ന് പറയുന്നത് സമ്മറാണ്. അത്യാവശ്യം ചൂടും നല്ല വെയിലും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ UAEത്തെ ആ ഹ്യൂമിഡിറ്റി ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ ഇതുപോലത്തെ നല്ല വാക്ക് വേകളും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോസ്റ്റ് പറഞ്ഞ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ അത് ക്ലോസ്ഡാണ്. റിനോവേഷൻ്റെ ഭാഗമായിട്ട് അവർ ക്ലോസ് ചെയ്തിരിക്കുക പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചായ കറി ഹൗസ് റെസ്റ്റോറൻറ്റ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഇവിടെ നമുക്ക് എഴുതി വെച്ചത് കാണാം. റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഈ ടൈമിൽ ഇവിടെ പല ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും ക്ലോസ് ചെയ്തിട്ട് കണ്ടു ഞങ്ങൾ. ഇവിടെ മാത്രമല്ല, സമർക്കണ്ടിൽ പോയപ്പോഴും 1-2 റെസ്റ്റോറൻറ്റ് ഇതേപോലെ ക്ലോസ് ചെയ്ത് കണ്ടു. അത് ഞങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നുണ്ട്. MBBS, നഴ്സിംഗ് അതുപോലത്തെ പല പല കോഴ്സുകൾ പഠിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികൾ ഇവിടെയുണ്ട്.
അപ്പോൾ അവരെല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് പലരും നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ ടൈമിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും പലരും റിനോവേഷനായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ യാൻഡെക്സിൽ ടാക്സി ബുക്ക് ചെയ്തിട്ട് കറി ഹൗസ് പറഞ്ഞ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തി. ഇവിടുത്തെ മെനുവിൽ മെയിനായിട്ട് നോർത്ത് ഇന്ത്യൻ ഡിഷസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചിക്കൻ ബിരിയാണി, പുലാവ്, പിന്നെ ബട്ടർ ചിക്കൻ, ചിക്കൻ കറായി, അങ്ങനെ ഒരുപാട് കറി ഐറ്റംസും റൈസ് ഐറ്റംസും, അതുപോലെ ബട്ടൂര, നാൻ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രഷ് മിൽക്ക് ടീയും ബ്ലാക്ക് ടീയും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ കൂടിയും ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയുന്നവർ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഒരുപാട് ലോക്കൽസും ഇവിടെ വന്നിട്ട് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. ഒരുപാട് ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനും അതുപോലെ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടൽ. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ നമ്മുടെ സാധാ നോർമൽ ഫ്രഷ് മിൽക്ക് ടീ. ഫ്രഷ് മിൽക്ക് ടീ ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് നമുക്ക് ഹോട്ടലുകളിൽ കിട്ടുള്ളൂ. ഇതുപോലത്തെ ഇന്ത്യൻ ഹോട്ടലിലാണ് മെയിനായിട്ട് നമുക്ക് ഫ്രഷ് മിൽക്ക് ടീ കിട്ടുക. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ചായയും നല്ല ചായയായിരുന്നു. ഞങ്ങൾ ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ താഷ്കണ്ടിൽ താമസിക്കുന്ന ബാക്കി ദിവസങ്ങളിലും ചില ദിവസങ്ങളിലും ഞങ്ങളിവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിരുന്നു. പിന്നെ ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിനെ പോലെ തന്നെ ഇവിടെ നമുക്ക് ഇന്ത്യൻ ഫുഡിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. എന്നാലും ജോർജിയനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ അത്ര പ്രൈസ് ഇല്ല. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ യാൻഡെക്സിൽ ടാക്സി ബുക്ക് ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനായ മാജിക് സിറ്റിയിലോട്ട് പോവാണ്. യാൻഡെക്സിൽ ടാക്സി ബുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇവിടുത്തെ യാങ്കോ ആപ്പ് പോലെ യാൻഡെക്സ് എടുത്തിട്ട് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ അടിച്ചു കൊടുത്താൽ അവൈലബിൾ ആയിട്ടുള്ള കാർസ് കാണിക്കും. അത് നമുക്ക് ഇക്കണോമിക് വേണോ അതല്ല ലക്ഷറി ടൈപ്പ് വേണോ ഇലക്ട്രിക് കാർ വേണോ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് പ്രൈസിൽ ഡിഫറൻസ് വരും.
ഉസ്ബെക്കിസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ മാജിക് സിറ്റി. ഇതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ടാണ് അറിയപ്പെടുന്നത്. എൻട്രി ഫ്രീ ആണ്, ടിക്കറ്റൊന്നും ഇല്ല. ഇത് ഓപ്പൺ അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 AM to 10 PM ആണ്. ഇവിടെ ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട്. മാജിക് സിറ്റീൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ വന്നത് ഒരു ഈവനിങ് ആണ്. അപ്പോൾ ഈവനിങ് വ്യൂവും അതുപോലെ നമുക്ക് നൈറ്റ് വ്യൂവും കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് ചെയ്തത്. റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, സൂപ്പർ മാർക്കറ്റ് പോലത്തെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഡ്രിങ്ക്സും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് രാത്രി ഫുഡ് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് നമ്മുടെ താഷ്കെൻഡിലെ 3ാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ട്രിപ്പാണ്. താഷ്കെൻഡിൽ നിന്ന് സമർഖണ്ഡിലോട്ടുള്ള ഒരു ട്രിപ്പാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് റൂം ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങിയത്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇൻഡ്രൻ റെൻ്റ് കാറാണ്. അവിടെ പോയിട്ട് നമുക്ക് കാർ എടുത്തിട്ട് വേണം സമർഖണ്ഡിലോട്ട് പോവാൻ. അപ്പോൾ ഇവിടുന്ന് ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ആൾക്കാർ കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പിന് പകരം യാൻഡെക്സ് ആപ്പിലെ മാപ്പാണ് യൂസ് ചെയ്യുന്നത്. യാൻഡെക്സിൽ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാം, ഫുഡ് ഓർഡർ ചെയ്യാം, ഇതുപോലെ നമുക്ക് ഓരോ സ്ഥലത്തേക്കുള്ള മാപ്പും കിട്ടും. അതാകുമ്പോൾ കറക്റ്റ് നമുക്ക് എവിടെയൊക്കെ ക്യാമറ ഉണ്ട്, എത്രയൊക്കെ സ്പീഡ് ലിമിറ്റിൽ പോകാമെന്ന് അവർ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
താഷ്കെൻഡിൽ നിന്ന് സമർക്കണ്ടിലോട്ട് ഏകദേശം 5 hour ഡ്രൈവ് എടുക്കും. അതായത് 300 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. നമുക്ക് താഷ്കെൻഡിൽ നിന്ന് സമർക്കണ്ടിലോട്ട് പോകാൻ റെൻ്റ് കാർ എടുക്കണം എന്ന് ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നോർമൽ ട്രെയിൻ ഉണ്ട്. പിന്നെ നമ്മുടെ സാധാ പാസഞ്ചർ ട്രെയിൻ പോലത്തെ ട്രെയിൻസും ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകളും നിങ്ങൾക്ക് കിട്ടും. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് താമസിക്കുന്ന ഹോട്ടലുകളിൽ ചോദിച്ചാൽ അവരെന്നെ നിങ്ങൾക്ക് ടൂർ അറേഞ്ച് ചെയ്ത് തരും. പ്രൈവറ്റായിട്ട് ഒരു കാർ വിത്ത് ഗൈഡൊക്കെ ആയിട്ട് അവരും അറേഞ്ച് ചെയ്ത് തരും. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സമർക്കണ്ടിലോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നമ്മുടെ കാർ റെൻറ്റിനെടുക്കുന്ന ഇൻറൻ റെൻ്റ് കാറിൻ്റെ ഓഫീസിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വന്ന് സംസാരിച്ചതുകൊണ്ട് തന്നെ കാറെല്ലാം അവർ റെഡിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് അവർ വേറെ ആൾക്ക് റെൻറ്റിന് കൊടുത്ത് കാർ എത്തിയത്. കാർ വാഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഏത് കണ്ടീഷനിലാണ് അതുപോലെയാണ് നമ്മൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. വാഷ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോഴും കാർ വാഷ് ചെയ്യേണ്ടതില്ല. പിന്നെ നമ്മൾ കാർ എടുക്കുമ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ എഴുതി കാണിക്കാം. പിന്നെ UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, അർമേനിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതിന് വേറെ ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കാർ റെൻറ്റിനെടുത്ത ഓഫീസിലെ ഒരു സ്റ്റാഫാണ് ഈ ഫാറൂഖ്. വളരെ നല്ല പെരുമാറ്റവും നമുക്ക് ഈ ഉസ്ബെക്കിസ്ഥാനത്തെ പൊതുവായിട്ടുള്ള നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലത്തെ സിറ്റിയിലൊക്കെ 60 ഒക്കെ ഉള്ളൂ. ഹൈവേയിലൊക്കെ 100 ഉണ്ട്. നമുക്ക് കാർ റെൻറ്റിന് തരുമ്പോൾ എത്രയാണ് പെട്രോൾ ലെവൽ ഉള്ളത് അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോഴും ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ കാർ റെൻറ്റിനെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും നമ്മൾ റെൻറ്റിനെടുക്കുന്ന കാറിൻ്റെ ഫുൾ ഒരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ കാറിന് തേർഡ് പാർട്ടി ഇൻഷുറൻസാണ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ യാത്ര താഷ്കെൻഡിൽ നിന്ന് സമർക്കണ്ടിലോട്ടുള്ള ഒരു ലോങ് ഡ്രൈവ് ആരംഭിച്ചിരിക്കുന്നു. ഏകദേശം 300 കിലോമീറ്റേഴ്സ് ഉണ്ട്. 5 hours ഒക്കെ എടുക്കും. നമ്മൾ ഇടയിൽ നിർത്തി പോകുന്നതായതുകൊണ്ട് അതിൽ കൂടുതൽ ടൈം എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ വരുന്ന വ്ളോഗിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.